ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു ഗാനത്തിന്റെ ഈരടികൾ ഇങ്ങനെയാണ്: ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുക. അവിടെ തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനമെല്ലാം കവർന്നെടുത്ത് കടന്നു കളഞ്ഞ തൻ്റെ സഹോദരൻ യാക്കോബ് തിരിച്ചു വരുന്ന ഒരു ഘട്ടമുണ്ട്. യാക്കോബ് തൻ്റെ ഭാര്യമാരോടും മക്കളോടും പരിചാരകരോടും വലിയൊരു കൂട്ടം കന്നുകാലികളൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. ദൂരെ വെച്ച് തന്നെ ഏസാവ് അവനെ കാണുന്നുണ്ട്. ഈ ജ്യേഷ്ഠനും അനിയനും പരസ്പരം കാണുന്നു, പരസ്പരം ആലിംഗനം ചെയ്യുന്നു, കെട്ടിപ്പിടിച്ച് അവരാ സ്നേഹം പങ്കുവെക്കുക. അപ്പോൾ യാക്കോബ് ജ്യേഷ്ഠനായ ഏസാവിനോട് പറയുന്നു, ചേട്ടാ, ഇതെല്ലാം, ഈ കന്നുകാലികളും ഈ പറയുന്നതെല്ലാം അങ്ങ് എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഏസാവ് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്നേരം യാക്കോബ് പറയുന്ന ഒരു മറുപടി ഉണ്ട്: അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങ് ഇവയെല്ലാം സ്വീകരിക്കണം. ആ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന വണ്ണമാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. തൻ്റെ കടിഞ്ഞൂൽ പുസ്തകസ്ഥാനമെല്ലാം കവർന്നെടുത്ത് കടന്നു കളഞ്ഞ സഹോദരനോടാണ് ജ്യേഷ്ഠനായ ഏസാവ് ഇത്തരത്തിൽ ക്ഷമിക്കുന്നത്, അവനെ ആലിംഗനം ചെയ്യുന്നത്, അവനെ തന്റെ മാറോട് ചേർക്കുന്നത്. അപ്പൊ യാക്കോബ് പറയുകയാണ്, ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന വണ്ണമാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്നവർക്ക്, നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുമ്പോൾ ഇതേ ദൈവത്തിന്റെ മുഖം തന്നെയാണ് നമ്മിലും പ്രകടമാകുന്നത് എന്നും വളരെ വ്യക്തമാണ്. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പോയാലും നമുക്ക് ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ കുമ്പസാരത്തിലെ ഒരു പ്രധാനപ്പെട്ട പാപം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത്, നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ചവര്, അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും വേദനയോടെ കുമ്പസാരക്കൂട്ടിൽ വന്ന് പലരും പങ്കുവെക്കാറുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അച്ചോ. ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, കൂടപ്പിറപ്പിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മുൻ വികാരിയായിരുന്ന ആ അച്ഛനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ പലവട്ടം പരിശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോൾ, നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് അവരെ ക്ഷമിച്ച് അവരിതുപോലെ ചേർത്ത് പിടിച്ചു ആലിംഗനം ചെയ്ത് കഴിയുമ്പോൾ ആ ക്ഷമ ലഭിച്ചവൻ നമ്മുടെ മുഖത്ത് ദൈവത്തെ കാണുകയാണ്. കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഈ നോമ്പുകാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം, ആരോടെങ്കിലും ഒക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ക്ഷമ കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ സ്വതന്ത്രമാകും, നമ്മുടെ ഹൃദയം വല്ലാതെ സ്വതന്ത്രമാകും. മറ്റുള്ളവർക്ക് നമ്മിൽ ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് സാധിക്കും. സഹോദരങ്ങൾ തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ കാലങ്ങളായിട്ട് നിൽക്കുന്ന ചില പിണക്കങ്ങളുണ്ട്, ക്ഷമിക്കാൻ പറ്റാതിരിക്കുക. അതല്ലെങ്കിൽ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി നന്നായി പഠിപ്പിച്ചതിനൊക്കെ ശേഷം സ്വന്തം മകള് അല്ലെങ്കിൽ സ്വന്തം മകൻ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ജീവിത പങ്കാളിയായി കണ്ടെടുത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്തു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അങ്ങനെയൊക്കെ പോയി എന്നൊക്കെ കേട്ടിട്ട് ചില മാതാപിതാക്കള് വളരെ വേദനയോടെ തന്നെയാണ് അവർ പറയുന്നത്, ഇങ്ങനൊരു മകള് ഞങ്ങൾക്കില്ല, അവളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, അത്രയും ക്രൂരമായിട്ടാണ് അവരെന്നെ വേദനിപ്പിച്ചത് എന്നൊക്കെ ചില മാതാപിതാക്കൾ പങ്കുവെക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? ക്ഷമിക്കാതിരുന്നിട്ട് എങ്ങനെ കർത്താവിന്റെ ക്ഷമ അല്ലെങ്കിൽ കർത്താവിന്റെ കാരുണ്യം നമുക്ക് എങ്ങനെ യാചിക്കാൻ പറ്റും? ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥനയിലും നമ്മളോട് പറഞ്ഞതാണ്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല. ഈ നോമ്പുകാലത്ത് നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾക്കും വീഴ്ചകൾക്കും ഒക്കെ പരിഹാരം ചെയ്യുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിച്ചവരോട്, ഒരുപക്ഷെ നമ്മളെ ഒറ്റിക്കൊടുത്തവരോട്, തള്ളിപ്പറഞ്ഞവരോട്, നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടന്നവരോട്, നമ്മളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞവരോട്, സമൂഹ മധ്യത്തിൽ നമ്മളെ താറടിച്ചവരോടൊക്കെ ഒന്ന് ക്ഷമിക്കൂ. അങ്ങനെ ക്ഷമിക്കുമ്പോൾ എൻ്റെ മുഖം തെളിയും,
എൻ്റെ മുഖത്ത് ദൈവത്തെ കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കും. അത് ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ ഒരു സമ്മാനമാണ്. ക്ഷമിക്കാം, വിട്ടുകൊടുക്കാം. അതിലൂടെ വലിയ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകും. അനുരഞ്ജനം സാധ്യമാകുന്നതിലൂടെ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ചില പിണക്കങ്ങൾ അവസാനിക്കുന്നതോടുകൂടെ ചില കുടുംബങ്ങളും ചില ബന്ധങ്ങളും ഒക്കെ എത്ര ഊഷ്മളമാകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നോമ്പുകാലം ക്ഷമയുടെയും കാലമാണ്. നമ്മൾ കർത്താവിനോട് ക്ഷമ യാചിക്കുന്നത് പോലെ തന്നെ നമ്മളെ ദ്രോഹിച്ചവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മുഖം നമ്മിൽ പ്രകാശിപ്പിക്കാം. അതുവഴി ധാരാളം പേർക്ക് ആശ്വാസം പകരാനായിട്ട് ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.